വി.എസ്. അച്യുതാനന്ദന് ക്യാബിനറ്റ് റാങ്കോടെ പദവി നൽകാൻ സിപിഎം പോളിറ്റ് ബ്യൂറോ യോഗം തീരുമാനിച്ചു. ഉചിതമായ പദവി സംസ്ഥാന മന്ത്രിസഭയ്ക്ക് തീരുമാനിക്കാം. അതേസമയം പശ്ചിമബംഗാളിലെ തെരഞ്ഞെടുപ്പ് നയത്തിന് പോളിറ്റ് ബ്യൂറോ യോഗത്തിന്റെ വിമർശനം. പാർട്ടിയുടെ ദേശീയ രാഷ്ട്രീയ അടവ് നയത്തിന് വിരുദ്ധമായാണ് പശ്ചിമബംഗാൾ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളെന്നും പോളിറ്റ് ബ്യൂറോ യോഗം വിലയിരുത്തി. കേരളം, പശ്ചിമബംഗാൾ, തമിഴ്നാട്, ആസാം, പുതുച്ചേരി നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ അവലോകനമായിരുന്നു 2 ദിവസം നീണ്ട പോളിറ്റ് ബ്യൂറോ യോഗത്തിന്റെ പ്രധാന അജണ്ട. കേരളത്തിൽ ഇടതുപക്ഷത്തിന് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞു. പശ്ചിമബംഗാളിലെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ അവലോകനം ചെയ്ത പോളിറ്റ് ബ്യൂറോ യോഗം വലിയ വിമർശനമാണ് ഉയർത്തിയത്. CPIM ദേശീയ തലത്തിൽ കൈക്കൊണ്ടിട്ടുള്ള രാഷ്ട്രീയ അടവ് നയത്തിന് വിരുദ്ധമായിരുന്നു പശ്ചിമബംഗാളിലെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ. കോൺഗ്രസുമായി യാതൊരു തരത്തിലുള്ള ധാരണയോ സഖ്യമോ ഇല്ലെന്ന് പോളിറ്റ് ബ്യൂറോ യോഗം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. യോഗശേഷം മാധ്യമങ്ങളെ കണ്ട CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും ഇക്കാര്യം ആവർത്തിച്ചു. Electoral tactics that evolved in West Bengal are not in consonance with the Central Committee decision and the political tactical line of the party, which said that there would be no electoral alliance or understanding with the Congress party. വി.എസ്. അച്യുതാനന്ദന് ക്യാബിനറ്റ് റാങ്കോടെ പദവി നൽകാൻ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ ധാരണയായി. ഉചിതമായ പദവി സംസ്ഥാന സർക്കാരിന് തീരുമാനിക്കാം. As far as Kerala and Comrade V.S. Achyutanandan is concerned, the government of Kerala legally will have to set the process rolling, which I believe has been set rolling. So you will know shortly. കേരളത്തിൽ RSS പാർട്ടി പ്രവർത്തകർക്ക് നേരെ നടത്തുന്ന അക്രമത്തെ പോളിറ്റ് ബ്യൂറോ യോഗം അപലപിച്ചു. വി.എസ്. അച്യുതാനന്ദന് പദവി നൽകുമ്പോൾ നിയമപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമോ എന്ന് ഇനി സംസ്ഥാന മന്ത്രിസഭ പരിശോധിക്കും. ഏത് പദവിയായാലും പക്ഷേ ക്യാബിനറ്റ് റാങ്ക് ഉണ്ടാകും. AKG ഭവന് മുന്നിൽ നിന്നും ക്യാമറാൻ ശൈലേഷ് കലായിക്കൊപ്പം സന്തോഷ് സർലിംഗ്. പ്രവാസി മലയാളി ജോയ് വി ജോണിനെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ മകൻ ഷെറിന് അച്ഛനോടുള്ള അടങ്ങാത്ത പകയെന്ന് പോലീസ്. കൊലപാതകം ആസൂത്രിതമാണെന്നും പോലീസ് പറഞ്ഞു. പിതാവ് തന്നെ അവഗണിക്കുന്നതായി ഷെറിന് പരാതിയുണ്ടായിരുന്നു. ഷെറിന്റെ അറസ്റ്റ് നേരത്തെ രേഖപ്പെടുത്തിയ പോലീസ് ഷെറിനെ ചിങ്ങവനത്തും ചെങ്ങന്നൂരും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ചെങ്ങന്നൂരിൽ മകൻ പ്രവാസി മലയാളിയെ കൊലപ്പെടുത്തിയത് അടങ്ങാത്ത പക മൂലമാണെന്ന് പോലീസ് പറഞ്ഞു. മറ്റു മക്കളോട് കാണിക്കുന്ന വാത്സല്യം ചെറുപ്പം മുതലേ തന്നോട് കാണിച്ചിരുന്നില്ലെന്ന് പ്രതി പറഞ്ഞതായി ജില്ലാ പോലീസ് മേധാവി അശോക് കുമാർ പറഞ്ഞു. പിതാവിന്റെ തന്നെ തോക്കുപയോഗിച്ച് 4 തവണ നിറയൊഴിച്ചാണ് കൊലപാതകം നടത്തിയത്. പിന്നീട് മൃതദേഹവുമായി നഗരത്തിൽ കറങ്ങി. രാത്രി 10:30യോടെ തങ്ങളുടെ തന്നെ ഗോഡൌണിൽ കൊണ്ടുപോയി മൃതദേഹം നശിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ തീ ആളിപ്പടർന്നതോടെ മൃതദേഹം 6 കഷ്ണങ്ങളായി മുറിച്ച് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെ വിവിധ സ്ഥലങ്ങളിൽ ഒളിപ്പിച്ചു. സാമ്പത്തിക പ്രശ്നങ്ങളും മറ്റു ചില കുടുംബ പ്രശ്നങ്ങളും കൊലപാതകത്തിന് കാരണമായിട്ടുണ്ട്. ഇപ്പോൾ ഈ 3 കുട്ടികളിൽ ഇയാളോട് അച്ഛൻ കുട്ടിക്കാലം മുതൽ മോശമായി പെരുമാറുന്നു ഇയാൾക്ക് തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്തെങ്കിലും ചെറിയ കുറ്റങ്ങൾ പോലും ശിക്ഷിക്കുമ്പോൾ ഇയാളെ വളരെ ക്രൂരമായി അച്ഛൻ ശിക്ഷിക്കുമായിരുന്നു. അതേപോലെ ഇയാൾക്ക് പൈസ കൊടുക്കുന്നതിലും എല്ലാത്തിലും ഭയങ്കര ലുബ്ധാണ്. പിന്നെ പല കാരണങ്ങളാൽ അച്ഛനും മോനുമായിട്ട് വഴക്കുണ്ടാകാറുണ്ട്. അപ്പോഴൊക്കെ അയാൾ പറയുന്നുണ്ട്, നീ കൂടുതൽ ഇതാകണ്ട, നിനക്ക് ഞാൻ എൻ്റെ നയ പൈസ തരത്തില്ല, എൻ്റെ സ്വത്തിൽ നിന്ന് ഒരു പൈസ പോലും നിനക്ക് കിട്ടത്തില്ല, ഞാൻ ജീവനോടുണ്ടെങ്കിൽ ഞാൻ അനാഥാലയത്തിന് കൊടുത്താലും നിനക്ക് ഞാൻ 10 പൈസ തരില്ല എന്ന് പുള്ളി പറയാറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ച് കാലങ്ങളായിട്ട് ഉടലെടുത്ത ഒരു വികാരത്തിൽ നിന്നും ആണ് അച്ഛനെ വകവരുത്തിയില്ലെങ്കിൽ ഒന്നും കിട്ടത്തില്ല എന്ന ബോധം അങ്ങേർക്കുണ്ടായിരിക്കുന്നു. കഴിഞ്ഞ 25-ാം തീയതി വൈകിട്ടാണ് കൊലപാതകം നടന്നത്. 14-ാം തീയതിയാണ് അമേരിക്കൻ പൗരത്വമുള്ള ജോയിയും ഭാര്യയും നാട്ടിലെത്തിയത്. ഇരുവരെയും വിമാനത്താവളത്തിലെത്തി നാട്ടിലേക്ക് സ്വീകരിച്ചു കൊണ്ടുപോയത് ഷെറിനാണ്. കൊലപാതകത്തിനും തെളിവ് നശിപ്പിച്ചതിനുമെതിരെ പോലീസ് ഷെറിനെതിരെ കേസെടുത്തു. ഇന്ന് ഉച്ചയോടെ അറസ്റ്റ് ചെയ്ത ഷെറിനെ പോലീസ് കോടതിയിൽ ഹാജരാക്കും. പിന്നീട് കൂടുതൽ തെളിവെടുപ്പുകൾക്കായി കസ്റ്റഡിയിൽ വാങ്ങും. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. പയ്യാവൂരിൽ പുഴയിൽ മുങ്ങി മരിച്ച 5 കുട്ടികൾക്കും കണ്ണീരണിഞ്ഞ യാത്രാമൊഴി. കുട്ടികളുടെ സംസ്കാരം തിരൂർ പള്ളി സെമിത്തേരിയിൽ നടത്തി. സ്കൂളിലും പള്ളിമുറ്റത്തും പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ സഹപാഠികളും നാട്ടുകാരും അന്തിമോപചാരം അർപ്പിച്ചു. അതിരാവിലെ തന്നെ പയ്യാവൂർ സെന്റ് ആൻസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മുറ്റത്തും പരിസരത്തും ജനങ്ങൾ തിങ്ങി നിറഞ്ഞിരുന്നു. 10:30യോടെ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നും 5 കുട്ടികളുടെ മൃതദേഹവും വഹിച്ച ആംബുലൻസുകളെത്തി. സുഹൃത്തുക്കളുടെയും സഹപാഠികളുടെയും രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും കണ്ണീരിൽ കുതിർന്ന അന്ത്യയാത്രാമൊഴി ഏറ്റുവാങ്ങിക്കൊണ്ട് സേക്രഡ് ഹാർട്ട് സ്കൂളിലും തുടർന്ന് വീടുകളിലും തറവാട് വീട്ടിൽ അന്ത്യകുദാശ കർമ്മങ്ങൾ നടത്തി. സെന്റ് അസീസി പള്ളി അൾത്താരയ്ക്കു മുന്നിൽ പ്രാർത്ഥനാ ചടങ്ങുകൾക്കു ശേഷം പള്ളിമുറ്റത്ത് പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ ആയിരങ്ങൾ അന്തിമോപചാരം അർപ്പിച്ചു. മന്ത്രി കെ ശൈലജ, PK ശ്രീമതി MP, MLA മാരായ AN ഷംസീർ, KC ജോസഫ്, ഉമ്മൻചാണ്ടി തുടങ്ങിയവരും കുട്ടികളുടെ വീട്ടിലെത്തി കുടുംബങ്ങളെ സമാശ്വസിപ്പിച്ചു. ആയിരങ്ങളാണ് കുട്ടികൾ പഠിച്ച സ്കൂളിലും പള്ളിമുറ്റത്തും അന്ത്യയാത്രാമൊഴി നൽകാനായി എത്തിച്ചേർന്നത്.
ഇനി ഈ പള്ളിമുറ്റത്ത് ഈ കുട്ടികൾ അന്ത്യവിശ്രമം കൊള്ളും. പയ്യാവൂരിൽ നിന്നും ക്യാമറാമാൻ ജൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില. കോഴിക്കോട് മലാപ്പറമ്പ് സ്കൂൾ പൂട്ടാനുള്ള ഹൈക്കോടതി വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചു. ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ചട്ടങ്ങൾ പാലിക്കാതെയാണ് സ്കൂൾ പൂട്ടാൻ തീരുമാനിച്ചതെന്ന് സംസ്ഥാന സർക്കാർ അപ്പീലിൽ ചൂണ്ടിക്കാണിക്കുന്നു. സ്കൂൾ പൂട്ടിയാൽ വിദ്യാർത്ഥികൾ പ്രതിസന്ധിയിലാകുമെന്നും സംസ്ഥാന സർക്കാർ അറിയിച്ചു. കോഴിക്കോട് മലാപ്പറമ്പ് സ്കൂൾ പൂട്ടാൻ UDF സർക്കാരിന്റെ കാലത്താണ് തീരുമാനിച്ചത്. ഇതിനെതിരെ വൻ ജനകീയ പ്രക്ഷോഭം ഉയർന്നുവരികയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് പുതിയ സർക്കാർ സ്കൂൾ അടച്ചുപൂട്ടാനുള്ള തീരുമാനത്തിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ സമർപ്പിച്ചത്. നേരത്തെ കേരള ഹൈക്കോടതി സ്കൂൾ പൂട്ടാൻ ഉത്തരവിട്ടിരുന്നു. ഈ ഉത്തരവ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യും. ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ പരിധിയിലാണ് മലാപ്പറമ്പ് സ്കൂൾ ഉള്ളത്. ഈ നിയമപ്രകാരം സ്കൂൾ പൂട്ടാനുള്ള തീരുമാനം തദ്ദേശ സ്ഥാപനവും AEOയും കൈക്കൊള്ളണം. ഇതിന്മേൽ സംസ്ഥാന സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത്. പക്ഷേ മലാപ്പറമ്പ് സ്കൂൾ കാര്യത്തിൽ അത്തരമൊരു നടപടിക്രമം പാലിച്ചിട്ടില്ല. 3 കിലോമീറ്റർ ചുറ്റളവിൽ മറ്റു സ്കൂളുകളുമില്ല. അതുകൊണ്ട് തന്നെ പുതിയ അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ സ്കൂൾ അടച്ചുപൂട്ടിയാൽ അത് നിരവധി വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുമെന്നും അപ്പീലിൽ ചൂണ്ടിക്കാട്ടുന്നു. കൂടാതെ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൈക്കലാക്കാൻ റിയൽ എസ്റ്റേറ്റ് താൽപ്പര്യക്കാർ ശ്രമിക്കും. ഭൂമിക്ക് കനത്ത വിലയുള്ള കേരളത്തിൽ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടായാൽ അത് പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുമെന്നും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. കേസിൽ മുതിർന്ന അഭിഭാഷകരെ ഹാജരാക്കാനും കേരള സർക്കാർ ശ്രമിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. തൃശൂർ കീരാലൂർ പരശുരാമ മെമ്മോറിയൽ സ്കൂൾ പൂട്ടി ഓഫീസ് സീൽ ചെയ്തു. അതേസമയം പൂട്ടിയ സ്കൂളുകൾ തുറക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി C. രവീന്ദ്രനാഥ് പറഞ്ഞു. സ്കൂൾ നടത്തിപ്പ് നഷ്ടത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടി 2011 മുതൽ മാനേജ്മെന്റ് സ്കൂളിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ ശ്രമം ആരംഭിച്ചിരുന്നു. 2015 ജൂണിൽ സ്കൂൾ അടച്ചുപൂട്ടി കുട്ടികളെ മറ്റ് സർക്കാർ സ്കൂളുകളിലേക്ക് മാറ്റാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചതോടെയാണ് കിരാലൂർ പരശുരാമ മെമ്മോറിയൽ LP സ്കൂൾ അടച്ചത്. ഓഫീസ് സീൽ ചെയ്യാനെത്തിയ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞ പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതേസമയം പൂട്ടിയ സ്കൂളുകൾ തുറക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് പറഞ്ഞു. എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ നിയമപരമായി തുടർ നടപടികൾ എടുക്കാൻ പറ്റുമെങ്കിൽ സർക്കാർ അത്തരത്തിൽ നടപടിയെടുക്കും. കൂടുതൽ മാനേജ്മെന്റുകൾ സ്കൂളുകൾ അടയ്ക്കാൻ രംഗത്തെത്തിയാൽ കോടതിയിൽ നേരിടുമെന്നും രവീന്ദ്രനാഥ് പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ജിഷ വധക്കേസിൽ CBI അന്വേഷണം ആവശ്യമില്ലെന്ന് ഹൈക്കോടതി. പുതിയ സംഘം അന്വേഷണവുമായി മുന്നോട്ടു പോകട്ടെയെന്നും കോടതി നിർദ്ദേശിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥരെ തീരുമാനിക്കാൻ ജുഡീഷ്യറിക്കാകില്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. ജിഷ വധക്കേസ് CBI അന്വേഷിക്കണമെന്നും അന്വേഷണ ചുമതല മുതിർന്ന വനിതാ ഉദ്യോഗസ്ഥയ്ക്ക് കൈമാറണമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് പരിശോധനാ ഫലങ്ങളും ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടുള്ള ഒരു കൂട്ടം ഹർജികളാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് തോട്ടത്തിൽ B. രാധാകൃഷ്ണൻ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത്. CBI അന്വേഷണം ആവശ്യമില്ലെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി ADGP B. സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം തുടരണമെന്ന് നിർദ്ദേശിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ടുകളും പൊതുജന മധ്യത്തിൽ ചർച്ചയ്ക്കായി വിട്ടു നൽകരുത് എന്ന് നിർദ്ദേശിച്ച കോടതി പീഡനത്തിന് ഇരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ പേരും മറ്റു വിവരങ്ങളും വെളിപ്പെടുത്തിയത് ഉചിതമായില്ല എന്ന് അഭിപ്രായപ്പെട്ടു. ഇതുവരെ നടന്ന അന്വേഷണത്തിന്റെ വിശദാംശങ്ങളടങ്ങിയ 2 ഫയലുകൾ മുദ്രവെച്ച കവറിൽ മധ്യമേഖല IG മഹിപാൽ യാദവ് കോടതിയിൽ ഹാജരാക്കി. കഴിഞ്ഞ ദിവസത്തെ നിർദ്ദേശത്തെ തുടർന്നാണ് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പോലീസ് സമർപ്പിച്ചത്. പോലീസിന്റെ അന്വേഷണത്തിൽ ഇടപെടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കിയ കോടതി IG സമർപ്പിച്ച രേഖകൾ പരിശോധിക്കാതെ മടക്കി നൽകി. കൊലപാതകത്തിന് മുമ്പ് ജിഷ തോപ്പുംപടി സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ അന്വേഷണം ഉണ്ടാകാതിരുന്നത് ഗുരുതരമെന്ന് വിലയിരുത്തിയ കോടതി ഇക്കാര്യം പരിശോധിച്ച് നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇരയുടെ സ്വകാര്യതയ്ക്ക് പ്രാധാന്യം നൽകുന്ന അന്വേഷണമാകണം ഉണ്ടാകേണ്ടത് എന്നും കോടതി ചൂണ്ടിക്കാട്ടി. SC/ST പീഡന നിരോധന നിയമപ്രകാരം ആദ്യ അന്വേഷണ സംഘത്തിന് വീഴ്ച വന്നുവെന്ന ആക്ഷേപം സംബന്ധിച്ച് പരിശോധിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഹൈക്കോടതിയിൽ നിന്ന് നിയമകാര്യ ലേഖകൻ PP താജുദ്ദീനൊപ്പം സമീർ വഴങ്ങോട്. ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ തെണ്ടുൽക്കറെയും ഇന്ത്യയുടെ വാനമ്പാടി ലതാ മങ്കേഷ്കറിനെയും പരിഹസിച്ച വീഡിയോ പുറത്തിറക്കിയ തന്മയ് ഭട്ടിനെതിരെ പ്രതിഷേധം വ്യാപകമാകുന്നു. സച്ചിൻ വേഴ്സസ് ലത സിവിൽ വാർ എന്ന പേരിലുള്ള വീഡിയോയ്ക്കെതിരെയാണ് പ്രതിഷേധം രൂക്ഷമായത്. വീഡിയോ ഭട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു. വീഡിയോ വൈറലായതോടെ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയും ഭട്ടിനെതിരെ രംഗത്തെത്തി. Yeah, hi guys, how's it going? It's me, Sachin. Definitely, just wanted to talk about this story I read today about Vinod. ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ തെണ്ടുൽക്കറിനെയും വാനമ്പാടി ലതാ മങ്കേഷ്കറിനെയും പരിഹസിച്ച് വീഡിയോ പുറത്തിറക്കിയ ഹാസ്യകാരൻ തന്മയ് ഭട്ടിനെതിരെ കേസും ഭീഷണിയും. മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയാണ് ഭട്ടിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുന്നത്. സച്ചിൻ വേഴ്സസ് ലതാ സിവിൽ വാർ എന്ന പേരിലുള്ള വീഡിയോയാണ് ഭട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. വീഡിയോ വൈറലായതോടെ ഭട്ടിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വിമർശനത്തിന്റെ പ്രവാഹമായിരുന്നു. ഇതിന് പിന്നാലെ MNSും ഭട്ടിനെതിരെ രംഗത്തെത്തി. രാജ്യം ആദരിക്കുന്ന വ്യക്തികളെ അവഹേളിക്കുകയാണ് തന്മയ്
തന്മയി ഭട്ട് എന്ന് നിരവധി പേർ വിമർശിച്ചിരുന്നു. ഇതോടെയാണ് തന്മയി ഭട്ടിനെതിരെ നടപടി സ്വീകരിക്കാൻ MNS ഒരുങ്ങിയത്. നിങ്ങളും ഒരു ദിവസം മരിക്കും, 8 ദിവസം വെള്ളത്തിൽ മുക്കിപ്പിടിച്ചതുപോലെയാണ് നിങ്ങളുടെ മുഖം തുടങ്ങി തമാശ എന്ന പേരിൽ ഇന്ത്യയുടെ വാനമ്പാടി ലതാ മങ്കേഷ്കർക്കെതിരെ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ എല്ലാ പരിധിയും ലംഘിക്കുന്നതാണെന്ന് ബോളിവുഡ് കുറ്റപ്പെടുത്തി. It looks like someone has kept you in water for like 8 days. So what if I'm 5,000 years old? I mean, 9 പ്രാവശ്യം മികച്ച ഹാസ്യനടനുള്ള അവാർഡ് വാങ്ങിയ തനിക്ക് തമാശ എന്താണെന്ന് അറിയാമെന്നും AIBയുടേത് തമാശയല്ല അനാദരവാണെന്നും നടൻ അനുപം ഖേർ ട്വീറ്റ് ചെയ്തു. ഇതിഹാസങ്ങളെ അവഹേളിക്കുന്നത് തമാശയല്ലെന്നും മാപ്പു പറയണമെന്നും നടൻ ഹൃദേശ് ദേശ്മുഖും നടി സെലീന ജെയ്റ്റ്ലിയും ട്വിറ്ററിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക്.